ADGP M.R. അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കുമെതിരെയുള്ള വിജിലൻസ് കേസിൽ അന്വേഷണ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള കോടതി വിധിയിൽ CPM നേതാക്കളും ഗവൺമെൻറ്റും ബോധപൂർവമായ മൗനം പാലിക്കുകയാണ്. നിയമവാഴ്ച ചവിട്ടിമതിക്കപ്പെട്ടു എന്ന കോടതി പരാമർശനം ഗവൺമെൻറ്റിനേറ്റ കനത്ത പ്രഹരമാണ്. മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തോടു കൂടിയാണ് പ്രതികൾക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് എന്നത് കോടതി വിധിയിലും പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്നു. അഴിമതി കേസിൽ പ്രതികളായ ADGPയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംരക്ഷിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഇതാണ് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം. ഇതിലെ കോടതി വിധി 114 പേജുള്ള കോടതി വിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗവൺമെൻറ് വായിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി വായിച്ചിട്ടുണ്ടാകണം, CPM നേതാക്കന്മാരും വായിച്ചിട്ടുണ്ടാകണം. പക്ഷേ അവർ അത് കണ്ടില്ലെന്ന് അടിക്കുകയാണ്. പേജ് 82 പാരഗ്രാഫ് 104. ഇൻ സമ്മറി, വാട്ട് ഈസ് ടു ബി ഡൺ ഈസ് നോട്ട് ഡൺ and what ought not to be done inquiry has been done with the sole object of how a clean chit can be given to the suspected officer. What is to be done is not done. എന്താ ചെയ്യേണ്ടത് അത് ചെയ്തിട്ടില്ല. And what ought not to be done in inquiry has been done. എന്ത് ചെയ്യാൻ പാടില്ല അത് ചെയ്തിട്ടുണ്ട്. With the sole object, ഒരേ ഒരു ലക്ഷ്യം, of how a clean chit can be given to the suspected officer. ഇതിലെ പ്രതിയായിട്ടുള്ള ആക്ഷേപത്തിന് വിധേയനായിട്ടുള്ള ഉദ്യോഗസ്ഥനെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിന് വേണ്ടിയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. The entire legal principles were trampled to save one person. നിയമത്തിൻ്റെ എല്ലാ തത്വങ്ങളും ചവിട്ടിമെതിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമത്തിൻ്റെ എല്ലാ തത്വങ്ങളും ചവിട്ടിമെതിക്കപ്പെട്ടിരിക്കുന്നു. പാരഗ്രാഫ് 105. ഇനി 106. അപ്പോൾ റിവ്യൂയിങ് ദ റെക്കോർഡ്സ് ഇറ്റ് ഈസ് എവിഡന്റ് that the joint secretary, the additional chief secretary issued a communication to the additional chief secretary and public relations later marked over as the addressee's designation dated 11/4/25. It has been stated that the enquiry initiated against the suspected officer was completed and the vigilance director forwarded a report as per the director's letter dated March 12, 2025. It was also stated that the department verified and accepted the report and forwarded it to the relevant persons. Furthermore, it was also stated that it is also informed that the above decision has the approval of the Chief Minister. ഈ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട്. ഈ തീരുമാനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ട്. ദ എക്സാക്ട് വേർഡ് യൂസ്ഡ് ഇൻ ദ ലെറ്റർ ഈസ്, മേൽ തീരുമാനത്തിന് ബഹുമുഖ്യമന്ത്രിയുടെ അംഗീകാരമുണ്ടെന്നും അറിയിക്കുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ so-called constitutional dignitaries in the inquiry initiated against the high-ranking police officer? It's a fact that the Vigilance Department falls under the control of the Chief Minister of the state. It is only for governance and nothing more. വിജിലൻസ് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു വകുപ്പാണ്. അത് ഭരണത്തിന് വേണ്ടി മാത്രമാണ്. ഫോർ നത്തിങ് മോർ, മറ്റൊന്നിനുമല്ല. കേസുകളുടെ മെറിറ്റിൽ ഇടപെടുന്നതിനോ തീർപ്പ് കൽപ്പിക്കുന്നതിനോ അല്ല വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വകുപ്പായിട്ടുള്ളത് എന്ന് കോടതി ആവർത്തിച്ചു വ്യക്തമാക്കിയിരിക്കുകയാണ്. ഈ കേസിലാണ് മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും തികഞ്ഞ മൗനം പാലിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഈ കേസ് കോടതി സുവമോട്ടോ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് ആയിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ എല്ലാ നടപടികളും അഴിമതി കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഒന്നാമത്. ഇനി CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് ലഭിച്ച പരാതി ചോർന്നത് സംബന്ധിച്ച് ആ വാർത്തകളിലും CPM നേതൃത്വം ദീർഘനാളായിട്ട് മൗനം പാലിക്കുകയാണ്. അത് അസംബന്ധം എന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം ഇപ്പോൾ ഗോവിന്ദ മാസ്റ്റർ അവസാനം പരാതിക്കാരന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പരാതിക്കാരൻ പറയുന്നത് ആ വക്കീൽ നോട്ടീസോടുകൂടി ഗോവിന്ദ മാസ്റ്റർ കൂടുതൽ കുഴപ്പത്തിലാവും. അതെന്തുമാകട്ടെ, ഏതായാലും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഗവൺമെൻറ്റിലേക്ക് വന്ന
പണം അത് CPM നേതാക്കന്മാർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, അത് വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളെ സംബന്ധിച്ച്, ജനങ്ങളെ സംബന്ധിച്ച് ഗുരുതരമായ വിഷയം. CPM പാർട്ടിക്കകത്തുള്ള തർക്കങ്ങൾ അവർ തീർക്കട്ടെ, അത് കുഴപ്പമില്ല, അത് അസംബന്ധമോ സംബന്ധമാകട്ടെ. പക്ഷേ സർക്കാരിലേക്ക് വന്ന പൈസ അത് CPM നേതാക്കന്മാർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന ഗുരുതരമായ ആരോപണം ഒരു CPM പ്രവർത്തകൻ തന്നെ ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ചും ഗവൺമെൻറ് ഉചിതമായിട്ടുള്ള അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇതാണ് ഒരു കാര്യം. പിന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും CPM ക്രിമിനലുകൾ പോലീസിൻ്റെ ഒത്താശയോടെ കോൺഗ്രസ് പ്രവർത്തകരെ അന്യായമായിട്ട് ഒരു കാരണവുമില്ലാതെ, ഒരു പ്രകോപനമില്ലാതെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയാണ് ഗുരുതരമായിട്ട്. ഇന്നലെ കടക്കലിൽ കോൺഗ്രസിൻ്റെ പൊതുയോഗം നടക്കുമ്പോഴാണ്, KPCC ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ പൊതുയോഗം നടക്കുമ്പോഴാണ് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയാണ് കായംകുളത്ത് മുനിസിപ്പൽ കൗൺസിലർ, മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഇപ്പോഴത്തെ കൗൺസിലർ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരെ, അറിയപ്പെടുന്ന നേതാക്കന്മാരെയാണ് CPM ക്രിമിനൽ സംഘം ആയുധങ്ങളുമായിട്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. ഇതിലെല്ലാം പോലീസ് CPM ക്രിമിനലുകളെ സഹായിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. കേസ് അന്വേഷണമോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളെ തടയുന്നതിനുള്ള നടപടിയോ നിഷ്പക്ഷമായിട്ട് നീതിപൂർവമായിട്ട് നടക്കുന്നില്ല. സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയിലും മറ്റു പല സ്ഥലങ്ങളിലും എഴുവൻ പോളിടെക്നിക് കോളേജിലുമെല്ലാം KSU പ്രവർത്തകരെ SFIക്കാർ ഇതേപോലെ ക്രൂരമായിട്ട് ആക്രമിച്ച സംഭവത്തിലും പോലീസ് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഈ പോലീസ് നിലപാട് ഏറെ പ്രതിഷേധാർഹമാണ്.